ഇസ്രായേൽ നമ്മൾ കേട്ട വാർത്തകൾ അനുസരിച്ച് ഇസ്രായേൽ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ലക്ഷ്യം വെച്ചാണ് മിസൈലുകൾ പതിപ്പിച്ചത്. അതായത് ഖമേനിയുടെ ഓഫീസ്, ഖമേനി ഇരിക്കുന്ന ഇടം, ഖമേനി ഇപ്പോൾ എങ്ങോട്ടോ ഖമേനിയെ മാറ്റിയിരിക്കുന്നു. അതായത് ഖമേനിയെ പറ്റി വ്യക്തതയില്ല. അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റിൻ്റെ ഓഫീസും ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വരുന്നുണ്ട്. ഇസ്രായേൽ സൈനിക താവളങ്ങളും, അതായത് പ്രധാനപ്പെട്ട ഇറാന്റെ തലസ്ഥാനം ഉൾപ്പെടെ ഉള്ളിടത്തേക്കാണ് മിസൈൽ വർഷം നടത്തിയത്. അപ്പം ഇറാൻ പറഞ്ഞിരുന്നത് പോലെ തിരിച്ചടിക്കും, ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിരുന്നു. അതാദ്യം ഇസ്രായേൽ തന്നെയായിരിക്കും. ഇസ്രായേൽ തുടങ്ങിയെങ്കിലും ഇറാന്റെ തിരിച്ചടി ഇസ്രായേലിലാണ് ആദ്യം തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 75ഓളം മിസൈലുകൾ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചു വന്നിരുന്നു. അതിൽ ഇസ്രായേൽ മിസൈലുകൾ പതിച്ചിരുന്നു എന്ന് ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മിസൈലുകളെ പ്രതിരോധിച്ചു എന്നുള്ള രീതിയിൽ ഇസ്രായേൽ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ സൈറൻ അവിടെ മുഴങ്ങി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ സമയം തന്നെ സൈനിക താവളങ്ങൾ, അമേരിക്കയുടെ സൈനിക താവളങ്ങൾ, GCC രാജ്യങ്ങളിലുള്ള സൈനിക താവളങ്ങൾ, അതായത് ബഹറിൽ വൻ സ്ഫോടനം, അതിൻ്റെ വ്യക്തമായ അല്ലെങ്കിൽ അതിൻ്റെ വ്യക്തത വരുത്തിയുള്ള റിപ്പോർട്ടുകൾ, ആളപായമുണ്ടോ, എത്ര പേർ മരിച്ചു, അല്ലെങ്കിൽ സ്ഫോടനത്തിൻ്റെ തീവ്രത എത്രത്തോളം അവിടെ ഉണ്ടായിട്ടുണ്ട്, അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടോ, മിസൈൽ പ്രതിരോധിച്ചിട്ടുണ്ടോ എന്നതിനെ പറ്റി അറിയത്തില്ല. അതായത് പ്രധാനപ്പെട്ട ഖത്തറിലും അല്ലെങ്കിൽ ബഹ്റിലും ഒക്കെയുള്ള സൈനിക താവളങ്ങൾ ഒരുപക്ഷെ ഇറാൻ ലക്ഷ്യം വയ്ക്കും ഇസ്രായേലിന്റെ കൂടെ തന്നെ എന്ന് പറയേണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.